കോഴിക്കോട് വിവിധ തറവാട്ടുകാർ തമ്മിൽ പൊരിഞ്ഞ പോര്. കയ്യാങ്കളിയല്ല, വാക്പോരുമല്ല. കോഴിക്കോട് നടക്കാവിലുള്ള ടർഫ് ഗ്രൗണ്ടിലാണ് ഈ പോരാട്ടം നടന്നത്. തറവാട് പ്രീമിയർ ലീഗ് വിശേഷങ്ങൾ കാണാം ഇനി. നമ്മുടെ നാട്ടിൽ പലവിധ ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ, ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കാറുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ, ദേശീയ തലത്തിൽ, സാധാരണ പ്രാദേശിക തലങ്ങളിലടക്കം വിവിധ ക്രിക്കറ്റ് ലീഗുകൾ നടക്കാറുണ്ട്. നമ്മളിപ്പോൾ കോഴിക്കോട് കാണാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ക്രിക്കറ്റ് ലീഗിനെ കുറിച്ചാണ്. അത് ക്രിക്കറ്റ് മത്സരത്തെക്കുറിച്ചാണ്. വിവിധ തറവാടുകൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. തെക്കേപ്പുറം തറവാട് പ്രീമിയർ ലീഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ തറവാടുകൾ എന്ന് പറയുമ്പോൾ 12 ടീമുകളാണ് പ്രധാനമായും ഇതിൽ പങ്കെടുക്കുന്നത്. ആ തറവാടുകൾ വ്യത്യസ്തമായി തന്നെ ഈ പറഞ്ഞതുപോലെ പുത്തൻ വീട്, ഒറ്റയിൽ, കുഞ്ഞിരിമ്പലം, ചെറിയ നാടകം, പൊമ്മാണിച്ചന്തകം, കുഞ്ഞിത്താൻ മാളിക എന്നിങ്ങനെ 12 ടീമുകൾ ഈ പ്രീമിയർ ലീഗിൻ്റെ, ഈ ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. തറവാട് പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് നമ്മളെ കോഴിക്കോട് ഒരു പൈതൃകം നിറഞ്ഞ ഏരിയയാണ് തെക്കേപ്പുറം എന്ന ഏരിയ. അപ്പോൾ അവിടെ സൺഡേ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത് 14 വർഷമായിട്ടുള്ള ഒരു ക്ലബ്ബാണ്. നമ്മൾ 90കളിലും 2000ലും കളിച്ച് നിർത്തിയ ആളുകളാണ്. വീണ്ടും തിരിച്ചു വരുന്ന നമ്മളെല്ലാവരും ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിപാടിയാണത്. ഇതിൽ ടീമെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് തറവാട് ബേസ് ചെയ്തിട്ടാണ്. ഇതൊരു ടൗണിലെ ഒരു ഏരിയയാണ് കുറ്റിച്ചിറ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വയലുകളിലും കൂടുതൽ പേര് കളിച്ചത് പഴയ തറവാടുകളിലാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മകൾ വീണ്ടും പുതുക്കാൻ വേണ്ടിയിട്ട് ടീമെല്ലാം തറവാട് ബേസ് ആയിട്ടാണ്. പുറത്തുനിന്ന് ആളിറക്കി ജയിക്കാൻ പറ്റൂല, ഒരിക്കലും പറ്റില്ല. സ്വന്തം തറവാടാവണം. ഇതിനെല്ലാം സ്ക്രൂട്ടിനി ഉണ്ട്, സ്ക്രൂട്ടിനി ടീമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ടീമിൽ ഇറങ്ങാൻ. അത് എല്ലാം ഇപ്പോൾ 30 വയസ്സ് 40 വരെ റൂൾസ് ഉണ്ട്, കാര്യങ്ങൾ. അതിൽ 3 പേര് പറ്റുള്ളൂ. 40 വയസ്സിൽ 7 പേര് വേണം ടീമിൽ. 15 അംഗ ടീമാണ് കൊടുക്കേണ്ടത്. ഇതെല്ലാം ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ ആ ടീം പാസ്സായി പോവുള്ളൂ. ഈ 55 വയസ്സുള്ള ഒരു താരമാണ്, അവരുടെ പ്രധാനപ്പെട്ട താരമാണ്. അതാണ് നടുവിലകം തറവാടല്ലേ? എങ്ങനെയാണ് ഈ പ്രായത്തിലും എങ്ങനെയുണ്ട്? ഇവർ ഇതേപോലെ സൺഡേ സീസണെ പോലുള്ള ഒരു ടൂർണമെൻറ്റ് നടത്തുമ്പോൾ ഞങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവരെ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഞങ്ങൾ ലൈവായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇതേപോലെയുള്ള ടൂർണമെൻറ്റ് കളിക്കുമ്പോഴാണ് ഞങ്ങളെ വയസ്സ് ഞങ്ങൾ കുറച്ച് കാണിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാവരെയും എൻ്റെ കല്യാണ വീട്ടിലാണ് കാണാറ്. ഇപ്പം കളിക്കുന്ന സ്ഥലത്തും എല്ലാവരും ഒന്നിച്ച് കൂടുന്ന ഒരു വേദിയാണ് ഇപ്പോൾ സ്പോർട്സിൽ. എൻ്റെ ഏജിലൊക്കെ പണ്ടത്തെ കാലത്തെ ആളുകളൊക്കെ വീട്ടിലിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ ഇതിലേക്ക് പിള്ളേർ വീട്ടിലും ഞങ്ങൾ പുറത്തു പോവാം. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തി, ഗ്രൗണ്ടിനേക്കാൾ ആവേശമാണ് ഗ്രൗണ്ടിന് പുറത്ത് കളി കാണാൻ വരുന്നത്. ഇവിടെ ഇപ്പം സെമി ഫൈനലിൽ മത്സരിക്കുന്ന പൊന്മാണി ചിന്തകത്തിന്റെ സപ്പോർട്ടേഴ്സാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ മത്സരം? തെറ്റില്ല, നല്ല മത്സരമാണ്. ആവേശമാണ്, മൊത്തത്തിൽ ആവേശമാണ്. ഓ മാഷാ അല്ലാഹ്, അടിച്ച് ഈ പ്രാവശ്യം നമ്മൾ തന്നെ കപ്പെടുക്കും, അടിക്കും. കഴിഞ്ഞ പ്രാവശ്യം അടിച്ചതാണല്ലോ. അതുപോലെ ഇത് പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നമ്മൾ തന്നെ അടിക്കും. ഫാമിലി മൊത്തം പഠിക്കോ പൊന്മാണി. തറവാട് പ്രീമിയർ ലീഗിൽ 6 ജേതാക്കളായാലും വിവിധ തറവാട്ടുകാർ പരസ്പരം സ്നേഹിച്ച് ആ സ്നേഹവും ബാക്കിയാക്കിയാണ് ഇവർ ഈ ഗ്രൗണ്ട് വിട്ടു പോവുക. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണയോടൊപ്പം ഷബീർ അമർ, മീഡിയ 1 കോഴിക്കോട്.